കുറച്ചു കഴിഞ്ഞപ്പോൾ റോക്കറ്റ് നിശബ്ദമായി. ചിക്കു പതിയെ പുറത്തിറങ്ങി നോക്കി. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. താഴെ ഭൂമി ഒരു ചെറിയ നീല ബലൂൺ പോലെയായി കാണുന്നു. ചുറ്റും തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. ഇതെല്ലാം കണ്ട സന്തോഷത്തിൽ ചിക്കു നമ്മൾ ബഹിരാകാശത്ത് എത്തി എന്ന് അലറിക്കൊണ്ട് പറഞ്ഞു. പ്രൊഫസർ മൂങ്ങ ചിക്കുവിനെ കണ്ടു ഞെട്ടി. എന്താണിത് ചിക്കു? നീ ഇവിടെ എങ്ങനെ എത്തി? ഇത് അപകടമാണ്. പക്ഷേ ചിക്കുവിന് അതൊന്നും കാര്യമായിരുന്നില്ല. അവൻ ബഹിരാകാശത്തു കൂടി ഒഴുകി നടക്കാൻ തുടങ്ങി. ഭാരമില്ലായ്മ കാരണം അവൻ റോക്കറ്റിനുള്ളിൽ തമാശയായി പറന്നു നടന്നു. പെട്ടെന്ന് റോക്കറ്റ് ഒരു പുതിയ ഗ്രഹത്തിൽ ഇറങ്ങി. അത് മുഴുവൻ പച്ച നിറത്തിലുള്ള ഒരു ഗ്രഹമായിരുന്നു. അപ്പോൾ പ്രൊഫസർ മൂങ്ങ ആവേശത്തോടെ പറഞ്ഞു, നമ്മൾ ബനാന പ്ലാനറ്റിൽ എത്തി. അവിടെ വലിയ വലിയ വാഴപ്പഴ മരങ്ങൾ, പഴങ്ങൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. ചിക്കുവിന്റെ സന്തോഷം അടക്കാനായില്ല. അവൻ റോക്കറ്റിൽ നിന്ന് ചാടി ഇറങ്ങി ഒരു വാഴപ്പഴം പറിച്ചെടുത്ത് കഴിച്ചു. അത് അവൻ ഇതുവരെ കഴിച്ച വാഴപ്പഴത്തേക്കാൾ രുചിയുള്ളതായിരുന്നു. അവിടെ വേറെയും കുരങ്ങന്മാരുണ്ടായിരുന്നു ട്ടോ. അവരാണെങ്കിലോ ബഹിരാകാശ വേഷം ധരിച്ച് പറന്നു നടക്കുന്ന വാഴപ്പഴങ്ങൾ പിടിക്കുന്നു. ചിക്കുവിനും പ്രൊഫസർ മൂങ്ങയ്ക്കും ഒരുപാട് പുതിയ വാഴപ്പഴങ്ങൾ കിട്ടി. അവർ സന്തോഷത്തോടെ തിരികെ ഭൂമിയിലേക്ക് യാത്ര തുടങ്ങി. കാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പൊങ്ങച്ചൻ പാണ്ട ഉറക്കമുണർന്നിരുന്നു. പൊങ്ങച്ചൻ പാണ്ട പറഞ്ഞു, ഹേ ചിക്കു, പ്രൊഫസറെ, എവിടെയായിരുന്നു നിങ്ങൾ? ഞാൻ കുറെ നേരം ഉറങ്ങിപ്പോയി. അപ്പൊ ചിക്കു ചിരിച്ചുകൊണ്ട് ഒരു വലിയ പഴുത്ത വാഴപ്പഴം പൊങ്ങച്ചൻ പാണ്ടയ്ക്ക് കൊടുത്തു. ഇത് ബനാന പ്ലാനറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പൊങ്ങച്ചൻ പാണ്ട അത്ഭുതത്തോടെ വാഴപ്പഴം കഴിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വാവ്, ഇതിന് നല്ല രുചിയുണ്ടല്ലോ. ഞാനും ബഹിരാകാശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ചിക്കുവും പ്രൊഫസറും ചിരിച്ചു. പിന്നീട് കാട്ടിലെ മറ്റു മൃഗങ്ങൾക്ക് ചിക്കുവിന്റെ ബഹിരാകാശ യാത്രയെക്കുറിച്ച് പറഞ്ഞു മതി വന്നില്ല. ബഹിരാകാശ യാത്ര അവനെ കാട്ടിലെ പുതിയൊരു ഹീറോയാക്കി മാറ്റി. ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. വേറെ ഒരു കഥയുമായി വീണ്ടും കാണാം.